ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ടൈം ടേബിൾ ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചാലും ഒരുപക്ഷെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. ഈ 4 സബ്ജക്ട്സ് ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ, മാത്സ് ഇത് നിങ്ങൾ നേരത്തെ പഠിക്കണം. എല്ലാ സബ്ജക്റ്റും നമ്മൾ നേരത്തെ പഠിക്കണം. പക്ഷേ എക്സാമിന് തലേന്ന് ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഒരു സർക്കസ് ഇല്ലേ, ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ റിവിഷൻ ചെയ്യാൻ പരിപാടി, അത് ഈ സബ്ജക്ട്സിനെങ്കിലും നിങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അതിന് കാരണം വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ഇംഗ്ലീഷിന്റെ കാര്യം ആലോചിച്ച് ലാംഗ്വേജ് വണ്ണാണ് ഫസ്റ്റ് എക്സാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഞായറാഴ്ചയും എന്താണ് ശനിയാഴ്ചയും വെള്ളിയാഴ്ച ഇരുന്ന് പഠിക്കാം നമുക്ക്. പക്ഷേ ഇംഗ്ലീഷിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആ പരീക്ഷ ഫസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണ് ഇംഗ്ലീഷ്. ഉച്ചയ്ക്കാണ്, പക്ഷേ ഫസ്റ്റ് പരീക്ഷ ഉച്ചയ്ക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിന് കുറേ റിവൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പിന്നെയുള്ള പ്രശ്നകരമായുള്ള ആളാണ് ഹിന്ദി. അപ്പം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹിന്ദി ഉണ്ട്. അപ്പോൾ ഹിന്ദിയുടെ പ്രശ്നമാണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇംഗ്ലീഷ് എഴുതി അടുത്ത ദിവസം വീണ്ടും ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിക്കും നമ്മൾ ചാപ്റ്റേഴ്സ് എങ്ങനെ നേരത്തെ വായിച്ചു വെക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം വൈകുന്നേരം നിങ്ങൾ ക്ഷീണിച്ചെത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ഇരുന്ന് പഠിക്കും, ഒരു ലിമിറ്റിൽ പഠിക്കാൻ വേണ്ടി അടുത്ത ദിവസമാണ് ഹിന്ദി. അപ്പോൾ കുറേ നമുക്ക് പഠിക്കൽ പോസിബിൾ ആയിരിക്കില്ല. ചാപ്റ്റർ എങ്കിലും നേരത്തെ വായിച്ചു വെക്കുക. ഓക്കെ, സോഷ്യലിനും ഇതേ അവസ്ഥ തന്നെയാണ്. ഹിന്ദി കഴിഞ്ഞ് വൈകുന്നേരം വന്നിരുന്ന അടുത്ത ദിവസം സോഷ്യൽ. അപ്പോൾ സോഷ്യലിൻ്റെയും ബേസിക് ചാപ്റ്ററിൻ്റെ റിവിഷൻ നേരത്തെ തീർത്ത് വെക്കണം. കുറേ ചാപ്റ്റേഴ്സ് ഉള്ള സബ്ജക്റ്റാണ്, കുറേ ഓർത്ത് വെക്കാനുള്ള സബ്ജക്റ്റാണ് സോഷ്യൽ. എക്സാമിൻ്റെ തലേന്ന് എല്ലാം കൂടെ തലേ കെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് നിങ്ങൾ കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ചേർന്ന് നേരത്തെ തന്നെ മുൻപത്തെ ആഴ്ച തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഉള്ള സബ്ജക്റ്റിൽ പ്രശ്നങ്ങളില്ല. ആകെ മാത്സിന് മാത്രമേ ഉള്ളൂ. ബേസിക് സയൻസ് കഴിഞ്ഞ പാടെ മാത്സ് ആണ്. പക്ഷേ അത് ഒത്തിരി പ്രശ്നം ഞാൻ പറയില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ലാംഗ്വേജ് 2 കഴിഞ്ഞാൽ ഫ്രൈഡേ വൈകുന്നേരം, സാറ്റർഡേ, സൺഡേ ഫുൾ ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 സബ്ജക്റ്റിന് വേണ്ടി പഠിക്കാം. എങ്കിലും മാത്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ, മാത്സ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് സാർ എന്നാണെങ്കിൽ നിങ്ങൾ മാത്സ് നേരത്തെ പഠിച്ചു വെക്കണം. ഓക്കെ, എക്സ്ട്രാ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ച്, നമ്മുടെ 8ാം ക്ലാസ്സിൽ ശക്തി ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. അടിപൊളിയായിട്ട് നമ്മളവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്മസ് എക്സാം സിലബസ് അവിടെ തീർന്നിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി എടുത്തു വെച്ച ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ആയിരുന്നു വേഗം നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ബാച്ചിൽ ജോയിൻ ചെയ്യണം. താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്.